شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലിലെ 7-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. തീർച്ചയായും നബിയെ, അങ്ങേക്ക് പകലിൽ ദീർഘമായ സമയമുണ്ട്. ദീർഘമായ സമയം, സബ്ഹൻ തവീല. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ, അതിൽ 2-3 നിർദ്ദേശങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അല്ലേ. 2 നമ്മൾ പറഞ്ഞു. 3-ാമത്തെ നിർദ്ദേശമായിട്ട് പറയാനുള്ളത് യാഥാർത്ഥ്യബോധത്തോടുകൂടി സമയത്തെ സമീപിക്കണം എന്നതാണ്. സമചിത്തതയോടുകൂടെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ എന്ത് ചെയ്യുക, നമ്മൾ സമയത്തെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ്. ജോലി ചെയ്യണം, നമ്മുടെ മഈശത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതോടുകൂടെ തന്നെ അത്യാവശ്യം മനസ്സിന് റാഹത്ത് നൽകുന്ന അനുവദനീയമായ വിനോദങ്ങളും നമ്മൾക്ക് കൊണ്ടുപോകണം. എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം, അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത് സത്യത്തിലൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത സമയ സമീപനമാണ്. എപ്പോഴും പണി, 24 മണിക്കൂറും പണി, അങ്ങനെയല്ല. അതേപോലെ വെറുതെ ശ്രമങ്ങളും അതുമല്ല. സ്വസ്ഥതയാണ് മനുഷ്യനാവശ്യം. സ്വസ്ഥമായിട്ട് സമയം വിനിയോഗിക്കാൻ കഴിയുക. അപ്പോൾ ജോലി എടുക്കണം, കുറച്ചൊക്കെ സന്തോഷം ഉണ്ടാക്കാനുള്ള സംഗതികൾ ചെയ്യണം. ഇപ്പോൾ അല്ലാഹു നന്നായിട്ട് ദിക്ർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, നിസ്കാരത്തിന് നല്ല ഖുശൂഅോടെ നിസ്കരിക്കുക, അതൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികളാണ്. കുട്ടികളുടെ കൂടെ കുറച്ച് നേരം കളിക്കുക, പുറത്തുനിന്ന് ഔട്ടിന് അനുവദനീയ രൂപത്തിൽ ഔട്ടിങ്ങിന് പോകും, ഇതൊക്കെ ചെയ്യാം. ജോലിയോട് വല്ലാത്ത ഭ്രാന്തമായ ആസക്തിയുള്ള ആളുകൾ, അത് ഒരു സുഖം ഉണ്ടാവില്ല, അവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല. ഒരു തരത്തിൽ മടിയനായി മാറും അവർ. ജോലി ചെയ്യുന്നുണ്ടാകും, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. വിലപ്പെട്ട സമയം പാഴാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഠിനാധ്വാനം ചെയ്യണം നമ്മൾ, അതേസമയം നമ്മൾ ആസ്വദിക്കുകയും വേണം. കാരണം നമ്മളെ ആയുസ് അല്ലാത്ത നമുക്ക് തന്നത് ഹലാലായിട്ട് നമുക്ക് ആസ്വദിക്കാമല്ലോ. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടെ സമയത്തെ സമീപിക്കുക. അതേപോലെ തന്നെ ഉറങ്ങണ വിഷയത്തിൽ പിശുക്കുണ്ടാകാൻ പാടില്ല. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ആ സമയത്തും ഞാൻ ഉറങ്ങാം, ഞാനും ഭയങ്കരമാണ്, ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ കിടക്കില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് വലിയ അഭിമാനമൊന്നുമല്ല, അങ്ങനെ പറയാനൊന്നും നിൽക്കണ്ട. നേരത്തെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങുക എന്നാണ് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും നമ്മളോട് ചെയ്യാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് സുബഹിക്ക് നേരത്തെ എണീറ്റ്, സുബഹിയുടെ മുമ്പ് നേരത്തെ എണീറ്റ് തഹജ്ജുദും കാര്യങ്ങളൊക്കെ നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് പകൽ കുറച്ച് സമയം ഉറങ്ങാം, അതും സുന്നത്താണ്. അപ്പോൾ ഉറങ്ങുന്ന കാര്യത്തിൽ പിശുക്ക് കാട്ടരുത്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ എന്താണ് പറയുക, രാത്രി 8 മണിക്കൂർ 7 to 8 മണിക്കൂറെങ്കിലും അവർ ഉറങ്ങണം. നമ്മളത് വിശദമായി മുമ്പ് ഒരു സൂറ പഠിച്ച സമയത്ത് ഉറക്കത്തിൻ്റെ സമയമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ശാരീരികമായ, വൈകാരികമായ, ബൗദ്ധികമായ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ പല സംഗതികളും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉറക്കത്തോടാണ്. അതൊക്കെ ഒന്ന് പുതുങ്ങി ഒന്ന് റിഫ്രഷായി ലോഡായി വരാൻ, കൃത്യമായി അതിൽ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഈ ഉറക്കം അത്യാവശ്യമാണെന്നാണ്, വളരെ അത്യാവശ്യമാണ്. നന്നായി ഉറങ്ങണ മനുഷ്യനെ ഏകാഗ്രതയോടെ ഇരിക്കാൻ കഴിയുള്ളൂ, കോൺസെൻട്രേഷനോട് വർക്കുകൾ ചെയ്യാൻ കഴിയുള്ളൂ, ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുള്ളൂ, ഓർമ്മകൾ കൃത്യമായി സൂക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കഴിയണമെങ്കിൽ ഉറക്കം അത്യാവശ്യമാണ്. ഈ പരീക്ഷാകാലത്തുണ്ടല്ലോ കുട്ടികൾ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കണത്, അതും ഒരു നല്ല സ്വഭാവമല്ല എന്നുള്ളതാണ്. ഉള്ള സമയത്ത് നന്നായി പഠിച്ചിട്ട് 10 മണിക്കെങ്കിലും ആ കുട്ടികളോട് കിടന്നുറങ്ങാൻ വേണ്ടി പറയാം.
എന്നിട്ട് അവർ രാവിലെ എഴുന്നേറ്റ് പഠിക്കട്ടെ. സുബൈയുടെ സമയത്ത് എഴുന്നേറ്റ് പഠിച്ചു നോക്കുകയാണെങ്കിൽ നല്ല ബറക്കത്തുള്ള ആ സമയത്ത് ഇരുന്നിട്ട് കുട്ടി വായിക്കണത് ആ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ നന്നായി സഹായിക്കും. രാത്രി കുറേ ഉറക്കം വെച്ചിട്ട് പഠിച്ചിട്ടുള്ളത് ശരിക്കും ഓർമ്മയിൽ നിൽക്കാതിരിക്കാനേ സഹായിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അങ്ങനെ നമ്മൾ ശീലിപ്പിക്കുക. അവർ പരീക്ഷാ സമയങ്ങളിൽ നേരത്തെ ഉറങ്ങട്ടെ. പകൽ സമയത്ത് പഠിക്കട്ടെ, ഇശാമാരിൻ്റെ ഇടയിലും അസർക്കും ഒക്കെ പഠിക്കാമല്ലോ. എന്നിട്ട് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കട്ടെ. 4 മണിക്കോ 4:30 എഴുന്നേറ്റ് പഠിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ സമയം ലാഭിക്കാം, ഓർമ്മശക്തി ഉണ്ടാവും, ഉറക്കക്കുറവ് എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. മറ്റേതാ തലേന്നത്തെ ക്ഷീണം പരീക്ഷാ ഹാളിൽ കുട്ടിക്ക് വരും. അപ്പോൾ കുട്ടി പലതും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തലച്ചോറിനനുസരിച്ച് വർക്ക് ചെയ്യില്ല. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അത് മന്ദീഭവിപ്പിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാനോ എഴുതുന്നതനുസരിച്ച് തെറ്റാനൊക്കെ അത് കാരണമാകും. അതിലപ്പുറം മാനസികമായ പല പെരുമുറുക്കുകളും ഉണ്ടാവും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നാളെ പരീക്ഷയല്ലേ, ഇന്ന് ഉറങ്ങിയാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ചില അമ്മമാരുണ്ട്. ഇതൊന്നും ഉറങ്ങണ്ട, മുഴുവൻ പഠിച്ചിട്ട് എല്ലാം എനിക്ക് പറഞ്ഞത് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ അമ്മമാർ അങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. കുട്ടി ഉറങ്ങട്ടെ. ഉമ്മ ചിലപ്പോൾ ഉമ്മക്ക് ഫ്രീ ടൈം കിട്ടണം അപ്പോഴേക്കാരം അതുവരെ വീട്ടിലത്തെ പണി മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടൈം ഉണ്ടല്ലോ. അതുകൊണ്ട് ഉമ്മ എല്ലാം കഴിഞ്ഞിട്ട് കുട്ടീനെ പഠിച്ചിട്ട് രാത്രി 2 മണി 1 മണിക്ക് ഉറക്കാനുള്ളതിലാണ്. അത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. അത് കുട്ടികളെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലേറെ വിപരീത എഫക്റ്റാണ് അതുകൊണ്ട് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന പണികൾക്ക് എന്ത് ചെയ്യുക, ഒരു ലക്ഷ്യമുണ്ടാവുക, അതിനൊരു എയിം ഉണ്ടാവുക. അത് അത്യാവശ്യമാണ്. അപ്പോഴാണ് ആ കാര്യം നമുക്ക് ചെയ്യാനും ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്താനും കഴിയുള്ളൂ. വിവേകമുള്ള മനുഷ്യനാണെങ്കിൽ ലക്ഷ്യമില്ലാതെ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടൂല. കുറേ ആഗ്രഹങ്ങൾ, കുറേ അങ്ങനെ ചെയ്യണം അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഇങ്ങനെ പാഞ്ഞ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം അല്ലാതെ ആഗ്രഹിക്കുകയുമില്ല. കൈപ്പിടിയിൽ ഒതുങ്ങാത്ത തീരെ ആഗ്രഹിക്കൂല. അപ്പോൾ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാൻ ഓരോന്നിനും ന്യായമായ ലക്ഷ്യങ്ങളും എയിമുകളും കണ്ടെത്താൻ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ചെലവഴിക്കുന്ന പൈസയിലും അധ്വാനത്തിലും സമയത്തിലുമൊക്കെ വരവിനനുസരിച്ച് ചിലവാക്കുക. അതേപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവണം, ഇഹ്തിസാബ്, റബ്ബിൽ നിന്നും കൂലി കിട്ടണമെന്നൊരു പ്രതീക്ഷ, ഒരു നിയ്യത്ത് എല്ലാ കാര്യത്തിലും ഉണ്ടാവുക. അതൊക്കെ ഓരോന്നിൻ്റെ എയിമാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താ, റബ്ബ് അത് കണ്ട് തൃപ്തിപ്പെടണം. പല്ലേക്കാണെങ്കിൽ അത് അള്ളാഹുവിന് തൃപ്തി മറല്ലാത്തുള്ളില്ല, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെടുന്ന സംഗതിന് പല്ലേക്കാന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ പല്ലേക്കുന്നത്. എൻ്റെ വാൻ്റെ മണം പോകാനൊന്നുമല്ല. അതിപ്പോൾ പല്ലേച്ച എന്തായാലും പോകും. ഇപ്പോൾ നീയത്ത് വെച്ചാലും വെച്ചില്ലെങ്കിലും വായയിൽ നമ്മൾ ബ്രഷ് ചെയ്താലും മണം പോകും. അതെന്തായാലും പോകില്ലേ. അപ്പം പിന്നെന്താ, അപ്പോൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ പല്ലേക്കാണ്. ഒളുവിൻ്റെ സുന്നത്താണല്ലോ, നിസ്കാരത്തിൻ്റെ സുന്നത്താണല്ലോ, റബ്ബിന് ഇഷ്ടമാണല്ലോ ഞാൻ ചെയ്യാൻ. ഒരു ഉദാഹരണം പറഞ്ഞാണ്. ചെരുപ്പ് ഇടുന്ന സമയത്ത് വലത്തേക്കാരോട് ചെരുപ്പിടെ ഊരുന്ന സമയത്ത് ഇടത്തേത് ഊരുക. എന്തായാലും ഇനിയിപ്പോൾ ചെരുപ്പുകൾ ആദ്യം ഇടത്തേക്കാനോട് ഇട്ടാലും അങ്ങനെ ഇട്ട് നടന്നാലും കച്ചറൊന്നും കാര്യമാവാതെ ചെരുപ്പ് നമ്മളെ സഹായിക്കും, ശരിയാണ്. പക്ഷേ ഇടുമ്പോൾ വലത്തേക്കാലിട്ടാലോ അവൾ കുറച്ചുകൊണ്ട് ഒരു കൂലി കിട്ടി, ഒരു നന്മടായി. ഒരു നന്മ എന്ന് പറഞ്ഞാൽ 10 നന്മക്കുള്ള അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് പ്രതിഫലം. അപ്പോൾ ഓരോന്നിനും എയിം ഉണ്ടാവുക. അൾട്ടിമേറ്റ് എയിം റബ്ബിൻ്റെ തൃപ്തി എന്നതാവുകയും ചെയ്യുക. 3 നിർദ്ദേശങ്ങളാണ് നമ്മൾ പറഞ്ഞതിന്. 4ാമത് പറയാനുള്ള പ്രധാനമായ നിർദ്ദേശം ഈ മൂല്യങ്ങളെ നമ്മൾ വഴികാട്ടിയാക്കി മാറ്റുകയും വേണം. നമുക്ക് ചില മൂല്യങ്ങൾ ഉണ്ടാവണം, ഉയർന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ എയിമുകൾ ഉണ്ടാകണമെന്ന് നമ്മൾ പറഞ്ഞില്ല. ആ എയിമുകൾ നമ്മൾ കൃത്യമായി പാലിക്കുകയും ആ ഉദ്ദേശങ്ങളിലേക്ക് എത്താൻ, ആ എയിമുകൾ നമ്മൾ എത്തിപ്പിടിക്കാൻ ചില മൂല്യങ്ങൾ, ചില വാല്യൂസ് അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ വഴികാട്ടിയായി സ്വീകരിക്കണം. നമുക്കതിന് ഒരു പഞ്ഞമല്ല, നമുക്ക് നമ്മുടെ മുമ്പിൽ മൂല്യങ്ങളേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഹദീസുകളും മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങളും പന്താവുകളും ഒക്കെ മൂല്യങ്ങളാണ്. ഓരോന്നും കച്ചറടിച്ചിട്ടല്ല ഇവിടുന്ന് പോയത്. നല്ല വാല്യൂസാണ് നമുക്ക് പറഞ്ഞു തന്നത്. അത് നമ്മൾ വഴികാട്ടിയായി കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത്, അതാണല്ലോ മൂല്യങ്ങളെന്ന് പറഞ്ഞത്. നമ്മൾ വാല്യൂ കൊടുക്കുന്ന സംഗതി, ആ വാല്യൂ കൊടുക്കുന്ന സംഗതിയാണ് നമ്മൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. അപ്പോൾ ഇസ്ലാം, പരിശുദ്ധ ദീൻ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ വാല്യൂ. ആ ദീനിൻ്റെ സ്വഭാവ ഗുണഗണങ്ങൾ അതാണ് നമ്മുടെ വാല്യൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്ത് അതാണ് നമ്മുടെ വാല്യൂ. ആ മൂല്യം കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഈ മൂല്യങ്ങൾ ശരിക്കും അളവ് പോലാണ് എന്നാണ്. ആ മൂല്യങ്ങളിലൂടെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ല എവിടെയെങ്കിലും പഴക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ താളം തെറ്റും ചെയ്യും. ഉത്തമമായ മൂല്യങ്ങൾ,
ഈ മൂല്യങ്ങളെ നല്ല ബോധത്തോടു കൂടെ നമ്മൾ ജീവിതത്തിൽ മുൻഗണന കൊടുത്ത് സമയത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ആ സമയം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ സെക്കൻഡും കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇത്തരം മൂല്യങ്ങൾ നമ്മൾ മുന്നിൽ നാട്ടി വെച്ചിട്ട് ആ മൂല്യങ്ങളോട് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ നുണ പറയൂല, സത്യമേ പറയൂ, അത് വലിയൊരു മൂല്യമാണ്. ഞാൻ എൻ്റെ സമയം വെറുതെ ഉള്ള അനാവശ്യ കാര്യങ്ങൾ ചെലവഴിക്കുകയില്ല, ഇത് വലിയൊരു വാല്യൂ ആണ്. സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്നത് വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂവിനനുസരിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ, അത് വഴികാട്ടിയാൽ സ്വീകരിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടാത്തതിന് നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തൂല അല്ലേ? നമ്മുടെ ജീവിതത്തെ ഒരു അമ്പിനോട് ഉപമിക്കുകയാണെങ്കിൽ ആ അമ്പിനെ എവിടേക്ക് തിരിച്ചു വിടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളാണ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ശരിക്ക് ഏത് ദിശയിലേക്ക് തിരിച്ചു വിടണം, അത് നമ്മുടെ മൂല്യങ്ങളാണ് തിരിച്ചു വിടുക. അതുകൊണ്ട് നമുക്ക് വാല്യൂസ് ഉണ്ടാവണം, നല്ല നല്ല മൂല്യങ്ങൾ ഉണ്ടാവണം. അതായത് ഖുർആനും സുന്നത്തും അല്ലാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പാലിക്കണം എന്നർത്ഥം. അതിലിപ്പോൾ നമ്മൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ഈ മൂല്യങ്ങളെ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് പലതും പറയാനുണ്ട്. അതിൽ നമ്മൾ സാധാരണ ആളുകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പറയുകയാണെങ്കിൽ സ്നേഹം എന്നത് തന്നെയാണ് ഏറ്റവും വലിയ മൂല്യം. സ്നേഹം, പരസ്പരം കരുതൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം അല്ലേ? വെറുപ്പ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് പറയാം. ഈ വെറുപ്പാണെങ്കിൽ പിന്നെ ആ മനുഷ്യന് എന്തെങ്കിലും സമാധാനം ഉണ്ടാവും, അയാളുടെ സമയത്തിന് എന്തെങ്കിലും വില ഉണ്ടാവും. എപ്പോഴും വെറുപ്പുകൊണ്ട് കിടക്കുന്ന മനുഷ്യന് ഒരു ഇടുങ്ങിയതുപോലെ, ജീവിതമാകെ കുടിസായതുപോലെ, അങ്ങോട്ട് നോക്കിയാലും വെറുപ്പ്, മറ്റാരോടും വെറുപ്പ്, ഇന്ന സംഗതിയോടും ദേഷ്യം, ഇങ്ങനെ നടക്കുന്ന മനുഷ്യന്മാർ അതല്ല. അവിടെ ഉണ്ടാവേണ്ട മൂല്യം സ്നേഹം എന്ന മൂല്യമാണ്. സ്നേഹം ഇല്ലെങ്കിൽ സന്തോഷമല്ല, ഒന്നുമില്ല. ഒരു മനുഷ്യന് ഒരു സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയില്ല എന്നാണ്. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളിലാണ് ഇത് വല്ലാതെ എന്താണ് പറയുക പ്രകടമാകുന്നത്. കുറേ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും ഈ സാധനം ഉണ്ടാവില്ല. കുറേ നല്ല ജോലിയുണ്ട്, പക്ഷേ ഇതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ പൈസൻ്റെ പിന്നാലെയും തൊഴിലിൻ്റെ പിന്നാലെയും പരക്കം പറയുന്ന ആളുകൾ അവർ സമ്പാദിച്ച് കൂട്ടുന്നത് അസന്തുഷ്ടിയാണ് എന്നാണ്. അസന്തുഷ്ടിയാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞ വിഷയങ്ങളാണ് ഇതൊക്കെ അല്ലേ? അതേപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ഏറ്റവും മൂല്യങ്ങൾ നിർണ്ണയിക്കുന്ന വിഷയങ്ങളാവേണ്ടത്. ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. വെറും ദുന്യാവിൻ്റെ പിന്നാലെ മാത്രം പോകണ്ട. ആത്മീയമായ കാര്യങ്ങൾ, നിസ്കാരം ശരിക്ക് ഖുശൂവോടെ നിർവഹിക്കാൻ ശ്രമിക്കുക. സ്വലാത്ത് എപ്പോഴും പതിവാക്കുക. ഖുർആനോത്ത് എപ്പോഴും പതിവാക്കി കൊണ്ടു നടക്കുക. എല്ലാ സമയങ്ങളും ദിക്ർ പതിവായി കൊണ്ടു നടക്കുക. ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ കൂടെ നമ്മുടെ സമയത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ സമയം നമുക്ക് സാക്ഷി പറയുമെന്നത് ഉറപ്പാണ്. കണ്ടോ, ആ സമയം നമ്മൾക്ക് ഇങ്ങോട്ട് നമുക്ക് വേണ്ടി സാക്ഷി പറയും. അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കാണുമെന്നർത്ഥം പഠിച്ചോനെ. അപ്പോൾ ആത്മീയമായ പരലോകത്തേക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ചുരുക്കി നമുക്ക് പറയാം, അത് ചെയ്യാം. ആത്മീയമായ ആവശ്യങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകൾക്ക് അനുഗ്രഹം, അവരാണ് രക്ഷപ്പെട്ട ആളുകൾ എന്ന് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ആ ബോധമാണ് മനുഷ്യന് വേണ്ടത്. അല്പസമയം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം. ആഴ്ചയിൽ ഒരു സ്വലാത്തിൽ പങ്കെടുക്കുക അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു കൂട്ടമായി നടക്കുന്ന സ്വലാത്തുകളിൽ പങ്കെടുക്കുക, മറ്റുള്ള ദീനീയ സദസ്സുകളിൽ പങ്കെടുക്കുക, ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ സമയം മാറ്റിവെക്കുക. അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലം വികസിപ്പിക്കാനും ഇൽമ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ദീനിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതൊക്കെ ഈ ആത്മീയമായ കാര്യങ്ങളിൽപ്പെട്ട വിഷയമാണ്. വിജ്ഞാനം, ഇൽമ പഠിക്കാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും വിജ്ഞാനമാണ്, ഇൻഫോർമേഷൻ ബൊമ്പാർഡിംഗ് ആണ് നടക്കുന്നത്. എവിടെ തിരഞ്ഞാലും ഗൂഗിൾ എന്ത് ചെയ്താലും എല്ലാറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ വിവരങ്ങൾ ആത്മീകമായ വിവരങ്ങളാണെങ്കിലോ വളരെ നന്നായി. ദുനിയാവിൽ ജീവിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദുനിയാവ് വേണം, ദുന്യവിയായ വിവരങ്ങൾ വേണം, പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ നമ്മൾ വേണം. അതോടൊപ്പം നമ്മൾ ദീനും പഠിക്കേണ്ട സമയം കണ്ടെത്തണം, നമ്മളെ മക്കളെ പഠിപ്പിക്കാനും സമയം കണ്ടെത്തണം. അപ്പോൾ ഇത്രയുമാണ് ഇത് സംബന്ധമായിട്ട് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് അടുത്ത ആയത്തിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സമയത്തെക്കുറിച്ച് നമ്മളൊന്നുകൂടെ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.